ഞങ്ങളുടെ റൂട്ടിലുണ്ടായിരുന്ന എല്ലാ CCTV ഞാൻ മാപ്പ് ചെയ്ത് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഇതാക്കി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആളെ പിടികൂടാൻ പറ്റിയിട്ടില്ല. 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്പിലേക്ക് മറികടക്കാൻ പറ്റും. ഈ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ മേഖലയ്ക്ക് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. പാലക്കാട് കൊപ്പം സ്വദേശിയായ അൻഫാസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. AI for സ്റ്റുഡൻസ് അറിയുന്ന കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് അൻഫാസിനെ പരിചയപ്പെടുന്നത്. നിലവിൽ +1 കഴിഞ്ഞ് +2 സയൻസ് ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെന്ന് പറയാം. പക്ഷേ കാഴ്ചയിൽ മാത്രമേ പയ്യനുള്ളൂ. അതിൻ്റെ തോട്ട്സും അതുപോലെ ചെയ്യുന്ന പ്രോജക്റ്റും AI റിലേറ്റഡായി ചെയ്യുന്ന പ്രോജക്റ്റൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആണ്, വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അപ്പോൾ ഐ തിങ്ക് Anfas will be a role model. Thank you, sir. So we can have some discussions. Sure. Okay. Welcome to Skill Zone. Thank you, sir. Thank you. Anfas എങ്ങനെയാണ് ഒരു ലൈഫിലേക്ക് എത്തിയത്? ഈ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ കൊറോണയിൽ തന്നെയാണ്. സോ കൊറോണയുടെ ടൈമിൽ എല്ലാവരുടെയും പോലെ ഫോണിനും ഗെയിമിനും അഡിക്റ്റ് ആയിരുന്നു ഞാൻ. സോ ഗെയിമിന് അഡിക്റ്റ് ആയിരുന്നു പറഞ്ഞാൽ അത്യാവശ്യം നല്ല അഡിക്റ്റ് തന്നെയായിരുന്നു. 3-4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ഗെയിം കളിക്കും. ഫ്രീ ഫയർ ആയിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത്. ഫ്രീ ഫയർ എന്ന് പറയും. പബ്ജിയിലും ഫ്രീ ഫയർ ആ ഗെയിമൊക്കെ. പിന്നെ അങ്ങനെ കളിച്ചു. പിന്നെ കാക്കു, എൻ്റെ മൂത്ത കാക്കു, ഷിഫാസ് എന്ന പേര്, പുള്ളി സ്വന്തമായിട്ട് കമ്പനിയായിട്ട് ഇതാകുന്നു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ആപ്പ് ലോക്ക് കിട്ടും. ഓവറായപ്പോൾ എല്ലാവരുടെയും പോലെ ആപ്പ് ലോക്ക് കിട്ടും. ആപ്പ് ലോക്ക് ഇട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അതിലൊരു എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊരു ഇത് കിട്ടി. അതായത് ഈ ആപ്പ് ലോക്ക് ആ ടൈമിൽ നമ്മുടെ ഫോണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ എല്ലാ ഫോണിലും ആപ്പ് ലോക്ക് ഇടാൻ പറ്റും. അതായത് സിസ്റ്റം ഡിഫോൾട്ടായിട്ട് തന്നെ നമുക്ക് ആപ്പ് ലോക്ക് ഇടാൻ കഴിയും. ആ ടൈമിൽ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് പോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 to 5 സെക്കൻഡ് ഒരു ഡിലേ വരുന്നുണ്ട്. ആ 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്പ് ലോക്ക് മറികടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഫസ്റ്റത്തെ ടൈമിൽ ഞാൻ അത് കണ്ടെത്തി. അന്ന് എനിക്ക് 12 13 7 8 ആ ഒരു ക്ലാസ്സിൽ. അതെ, കോവിഡ് കാലമായിരുന്നു, ലോക്ക്ഡൗൺ ആ ഒരു ഇതിലായിരുന്നു. അതിനുശേഷം കാക്കു വീണ്ടും വേറെ ആപ്പ് കിട്ടും. അപ്പൊ അതിനും ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടെത്തി. അതായത് നമുക്ക് ആ പോപ്പപ്പ് വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതായത് സ്വൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ആ ലോക്ക് ചെയ്യുന്ന ആ ആപ്പിന്റെ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ, ആ പോപ്പപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ആ യൂട്യൂബ് ഓപ്പൺ ചെയ്ത ഒരു 3 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്ത ആ ആപ്പ് വരും. അതായത് ആപ്പ് ലോക്കിൻ്റെ ആപ്പ് പാസ്വേഡ് അടിക്കാൻ പറഞ്ഞ് വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ബാക്ക് അടിച്ച് ആ മെനുന്ന് നമ്മളത് കളഞ്ഞ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബ് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇത് വെച്ച് ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാക്കു തോറ്റു. കാക്കുൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ വെച്ചാൽ കാട്ടിക്കോ. അപ്പോൾ കാക്കു പുതിയ ലാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കുവിൻ്റെ പഴയ സിസ്റ്റം എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സാധനം ഉണ്ട്, HTML വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാധനം ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, എനിക്ക് ഇഷ്ടപ്പെടും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വെബ് ഡെവലപ്മെന്റിലേക്ക് എത്തി. പിന്നീട് സൈബർ സെക്യൂരിറ്റി ഫീൽഡിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിം അഡിക്ഷൻ പോയപ്പോൾ ഗെയിം അഡിക്ഷൻ അതിന് ശേഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടായിരുന്നില്ല. അഡിക്ഷൻ എന്ന് പറയാനല്ല, നമ്മൾ ജസ്റ്റ് ഒരു ലൈക്ക് ടൈം പാസിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. GTA 5 എന്ന് പറഞ്ഞ ഗെയിം. ദിവസം എത്ര മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു? അടുപ്പിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് 3 hours ഉപയോഗിച്ചിരുന്നു പറഞ്ഞില്ലേ? 4 hours ഫ്രീ ഫയർ 4 hours ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ വെള്ളം കുടിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഫുഡ് കഴിച്ചു വന്നിട്ട് നമ്മളിപ്പോ ഒരു 2 മണി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്ക് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ 6 മണി 7 മണി വരെയൊക്കെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അഡിക്ഷൻ തന്നെ ആയിരുന്നു. പിന്നീട് നിങ്ങളെ കാക്കു പരാജയപ്പെട്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് സിസ്റ്റം തന്നല്ലോ. സിസ്റ്റം തന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു സ്വഭാവം തുടരാണോ ചെയ്തത്? വേറെ അല്ല, സിസ്റ്റം തന്നതിന് ശേഷം എനിക്ക് തന്നെ മനസ്സിലായി, നമുക്കിപ്പോൾ ഈ സമയത്ത് തന്നെ HTML അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെബ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഈ മേഖലയ്ക്ക് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനും എല്ലാം അതൊക്കെ കയറിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നല്ലൊരു വേ അവിടെ കാണിച്ചു തന്നു എന്നുള്ളത് കാക്കു പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ എല്ലാം അതൊക്കെ കയറുക ചെയ്തത്. ആ ടൈമിൽ തന്നെ ഞാൻ വേറെയും കുറച്ച് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ESP യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹോം ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ
അങ്ങനത്തെ 2-3 പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടെക്നിക്കൽ ഇത് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്നത്? ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ 8ാം വയസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ RC കാറല്ലേ അതൊക്കെ കുത്തി തുറന്ന് അതിന്റെ മിനിമോട്ടർ എടുക്കുക, ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. തിരിച്ചുവെക്കുമ്പോ എല്ലാം വെക്കാൻ വഴി. അതെ, ആ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് ഹാർഡ്വെയർ ആയിട്ടുള്ള കാര്യങ്ങള്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ അങ്ങനത്തെ ബോർഡുകൾ എടുക്കുക, ഈ ബോർഡിൽ നിന്ന് പൊട്ടിച്ചിട്ട് അതിന് ലൈറ്റ് എടുത്തിട്ട് മറ്റേ 9 വോൾട്ടിന്റെ ബാറ്ററിയിൽ വെക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു ചെറുപ്പത്തിലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ കൊറോണ കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റം കിട്ടിയതിനാൽ ഞാൻ പ്രോഗ്രാമിംഗ് കടന്നു. അതായത് C++ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഓരോരോ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. വരുന്നതിന് മുന്നേ കോഡിങ്ങിന്റെ ഏരിയക്ക് കടക്കുന്നുണ്ടായിരുന്നു. HTML CSS ഞാൻ തുടങ്ങി. പിന്നെ C++ഉം പൈത്തണും ചെറിയ രീതിക്ക് പഠിച്ചു. ഇപ്പൊ അതൊന്നുമില്ല, ഇപ്പൊ AI യുഗല്ലേ, അത് കാരണം തന്നെ നമുക്ക് കോഡിംഗ് ഇല്ല. ഇപ്പൊ റിയാക്റ്റിലെ ഇതൊക്കെ നമുക്ക് കമ്പോണൻസ് മനസ്സിലാക്കി ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇപ്പൊ വൈബ് കോഡിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ മെയിൻ. അപ്പൊ ആ കാലത്ത് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിരുന്നു? ഈ 13 വയസ്സിൽ ഇതൊക്കെ കിട്ടിയ ഞാൻ ഡെവലപ്പ് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണ്. പക്ഷെ ഡെവലപ്പ് ചെയ്തത് ഇപ്പോൾ ഒരു 1.5 year ago ആണ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ആ ടൈമിൽ തന്നെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതായത് നമ്മളുടെ ഒരു ഇപ്പോൾ കോയമ്പത്തൂർ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടായിരുന്നു. ആരോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോന്ന് അറിയില്ല. കാർബൺ മോണോക്സൈഡ് വണ്ടിയിൽ ലീക്കായിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊജക്റ്റ്, ആ ഒരു ഇത് മോണോക്സൈഡ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സെൻസേഴ്സും ഇന്ന വരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ലൈക്ക് വണ്ടികളിലൊന്നും ബേസ് ചെയ്ത് വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടൊരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് ഇപ്പൊ 1.5 year ago ആണ് ഞാൻ പ്രൊഡക്ഷനിലേക്ക് എത്തിച്ചത്. സംഭവം അതായത് ഇങ്ങനെ വണ്ടിയിലൊരു സാധനം വെക്കുക, നമുക്കിപ്പോ വണ്ടിയിലൊന്ന്, അതായത് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയിൽ ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ഇന്ന സാധനം ലീക്ക് ആയിട്ടുണ്ട്, അതൊക്കെ അറിയാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അലാം തരുന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു കൊറോണ ടൈമിൽ തന്നെ. പക്ഷെ ഡെവലപ്പ് ചെയ്തത് വർഷങ്ങളിലാണ്. ഉമ്മ എങ്ങനെയായിരുന്നു ഇതിനെ സമീപിച്ചത്? സാധാരണ പാരന്റ്സ് ഇത്തരം സന്ദർഭങ്ങളില് ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയി പോകും, കാരണം കുട്ടി ഫുള്ളായിട്ട് ഇതിന്. അതെ, സത്യമാണ്. കാരണം മറ്റുള്ള മക്കളെല്ലാരും അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാരും പാടത്തും പറമ്പിലൊക്കെ പോയി കളിക്കുമ്പോൾ ഞാൻ വീട്ടില് ഒരു ഫോണും ഒരു ഒരു ഡെസ്ക് ടോപ്പും ഒക്കെ ആയി ഇരുന്നിട്ട് പ്രോഗ്രാം, കറുത്ത സ്ക്രീനിൽ കുറെ അക്ഷരങ്ങൾ ഇതാവുന്നു ഒക്കെ കാണുമ്പോൾ, ഇപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഇതാവുന്ന സമയത്ത് 2 വർഷം മുമ്പ് വരെ ഉമ്മയുടെ മൈൻഡിൽ അതായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ AI യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഈ AI യൂസ് ചെയ്ത് എൻ്റെ സ്കില്ലിന് പേയ്മെന്റ് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന 2 വ്യക്തികളുണ്ട്. അതിലൊരാളായിരുന്നു സുലൈമാൻ വെൽപ്പത്തൂർ സാർ. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 1-2 വർഷം മുമ്പേ സുലൈമാൻ സാറിനെ ഉമ്മ എന്നെ കൺസൾട്ട് ചെയ്യാൻ, അതായത് ഉമ്മാൻ്റെ ഇതിൽ ഞാൻ ഫോണിൽ കളിക്കാണ്, അവന് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, മറ്റുള്ള മക്കളൊക്കെ ഫോണിൽ ഇപ്പോൾ കളിച്ച് അഡിക്റ്റ് ആയിട്ട്, ഇപ്പോൾ എൻ്റെ ഒരു നൈബർ തന്നെ ഫോൺ കിട്ടാത്ത കാരണം 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സൂസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇൻസിഡന്റ് നടക്കുക. ഇവനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫോണുമേണ്, എന്താ സാറേ ഉമ്മാക്ക് പേടി കൂടി, ഏതൊരു മാതാവിൻ്റെയും പോലെ ഉമ്മാക്ക് പേടി കൂടി. അപ്പം ഉമ്മ സുലൈമാൻ സാറിനെ ഇതാക്കി. അപ്പോൾ സുലൈമാൻ സാർക്ക് പറഞ്ഞു തന്നു, ഇന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് തന്നെ, ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എത്താൻ കഴിയുന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നിൻ്റെ സ്കില്ലിന്, അതായത് ഞാൻ ഈ ടൈമിൽ തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടക്കം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഏജിൽ അധികം ഫ്രണ്ട്സ് ഇല്ല, എനിക്കുള്ളതൊക്കെ എൻ്റെ കാക്കുവിൻ്റെ ഏജിലുള്ളവരും അങ്ങനത്തെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർക്ക് ചെറിയ രീതിക്ക് വെബ് ഇതാക്കി കൊടുക്കലും പേയ്മെന്റ് ഇല്ലാണ്ട് ചെയ്ത് കൊടുക്കുക. സാർ പറഞ്ഞു, നിന്റെ സ്കില്ലിന് പേയ്മെന്റ് ഉണ്ട്, അത് മേടിക്കേണ്ടത് ഇയാണ് പറഞ്ഞ് എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അത് ഉമ്മയുടെ കൺസേൺ മൊബൈലായിരുന്നു. പിന്നെ സാറ് സുലൈമാൻ സാർ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഉമ്മക്ക്. സംഭവിച്ചൊരു കാര്യം തോന്നുന്നത്, അപ്പം സാധാരണ ഇപ്പൊ ഉമ്മ പ്രതീക്ഷിച്ചുണ്ടാവുക പിന്നെ കൺസൾട്ട് ചെയ്ത് ഇതിന്ന് ഒഴിവാക്കണം അല്ലേ? പക്ഷെ അദ്ദേഹം നിങ്ങൾക്ക് നല്ല ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വഴി കാണിച്ചു തന്നു. അത് വലിയൊരു സ്റ്റെപ്പായിരുന്നു. ഉമ്മാക്ക് അങ്ങനെ ഒരാളെ കൺസൾട്ട് ചെയ്യാൻ തോന്നിയുള്ളത് വളരെ പ്രധാനമായിട്ടാണ്. പാരന്റ്സ് പൊതുവെ ഇത്തരം കേസുകൾ വരുമ്പോൾ അവര് ഭയങ്കര ഭയപ്പെടുന്നു, കുറെ ബ്ലെയിം ചെയ്യുന്നു, കുട്ടികളെ മൊബൈൽ വലിച്ചു വാങ്ങുന്നു, നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ സൂയിസൈഡിൽ വരെ എത്താൻ സാധ്യതയുണ്ട്. അതേസമയം
അതിനകത്ത് തന്നെ പൊട്ടൻഷ്യലായ ഒരു വഴി കാണിക്കാൻ ഉമ്മ ഒരു നല്ല കൺസൾട്ടന്റിനെ കണ്ടു എന്നുള്ളതും അദ്ദേഹം നിങ്ങൾക്ക് നല്ലൊരു വഴി കാണിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതെ, എന്റെ ലൈഫിൽ ഞാൻ മറക്കാനാകാത്ത 2 മെന്റേഴ്സിൽ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. എന്റെ എനിക്ക് ഒരു ഭാവിക്കുള്ള അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ചെലവിന് പോകുന്ന ഒരു ക്യാഷ് കിട്ടാനുള്ള ഒരു മാർഗത്തേക്ക് സാർ എത്തിക്കുകയും ചെയ്തു. എല്ലാ പാരന്റ്സിനോട് നമുക്ക് പറയാനുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പ്രത്യേകിച്ചും എല്ലാ മക്കളെ കുറിച്ചും നമുക്ക് ഈ കൺസേൺ ഉണ്ട്. ഇപ്പൊ യുനെസ്കോയുടെ റിപ്പോർട്ട് പ്രകാരം 3 ഏജ് വരെ 3 വയസ്സ് വരെ 0 സ്ക്രീൻ ടൈം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കുട്ടികൾ 2 വയസ്സ് അല്ലേ ഒക്കെ നമ്മളെ വീട്ടിലെ കുട്ടികൾ ഫുഡ് കഴിക്കാൻ പോലും പലപ്പോഴും എന്റെ ഫാമിലിയിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവിടെ ചെയ്യാവുന്ന നല്ലൊരു സ്റ്റെപ്പ് എന്താ വെച്ചാൽ കുട്ടികളെ കുറിച്ച് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാന്നുള്ളത്, അല്ലാതെ അതിനെ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതല്ല. അതെ, അങ്ങനെ ആയിരുന്നു എൻ്റെ തുടക്കം മെൻറ്റേഴ്സിൽ ഇതായിരുന്നത്. പിന്നെ വെബ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ കാക്കുൻ്റെ PCT ഞാൻ പറഞ്ഞില്ലേ, അതിനുശേഷം വെബ് ഡെവലപ്മെൻറ്റ് കയറി. പിന്നെ ഹാക്കിങ് ചെറിയ രീതിക്ക് ഹാക്കിങ് ചെയ്തു. പിന്നെ ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാദമിയിൽ നിന്ന് സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിങ്ങിനുള്ള സർട്ടിഫിക്കേഷൻ. ഇത് 3 years ബാക്ക് ഒഫെൻസോനെ തുടത്തിയിട്ടുള്ള ടൈമിൽ അവരുടെ ഓൺലൈൻ ബാച്ചിൽ നിന്ന് ഞാൻ സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിങ് ഞാൻ പഠിച്ച് സർട്ടിഫിക്കേഷന് വേണ്ടി മാത്രം ഞാൻ കയറി. അതിനുശേഷം ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ സഹായിച്ചിട്ടുണ്ട്. കേരള പോലീസിനാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു തെഫ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഒന്നല്ല 2-3 തെഫ്റ്റിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഒരു അടുത്തുള്ള ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോലീസ് കയറിയിട്ട്, അതായത് കള്ളം കയറിയിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്രോസ് ഞങ്ങളുടെ റൂട്ടിലുണ്ടായിരുന്ന എല്ലാ CCTV ഞാൻ മാപ്പ് ചെയ്ത് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഇതാക്കി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആളെ പിടികൂടാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാൽ കൂടെ നമുക്ക് ഒരുപാട് തെളിവുകൾ ഞാൻ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. പ്രോസസ്സ് പറഞ്ഞാൽ നമുക്ക് എക്രോസ് ആ റൂട്ടിൽ വരുന്ന CCTVകളൊക്കെ ഞാൻ അനലൈസ് ചെയ്ത് സോഫ്റ്റ്വെയർ AIയിലിട്ടിട്ട് ഇതാക്കി. അതായത് AIയിലിട്ടിട്ട് എത്ര ടൈമിലാണ് വണ്ടികൾ പാസ് ചെയ്തിട്ടുള്ളത്, ഈ ടൈമിൽ ഏത് ഡയറക്ഷനിക്കാണ് പാസ് ചെയ്തിട്ടുള്ളത്, വണ്ടിയുടെ നമ്പർ, വണ്ടിയുടെ കളറ്, വണ്ടിയുടെ ബ്രാൻഡ്, ഇതൊക്കെ ഒരു എക്സൽ ഷീറ്റിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അത് കാരണം നമുക്ക് എത്ര വണ്ടികൾ അടുത്തതിൽ ഈ എക്സൽ ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിലുള്ള വണ്ടികൾ പോയിട്ടുണ്ടോ, പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും 2 ഉണ്ട്, പക്ഷെ അതെനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്ര ഡിസ്ക്ലോസ് ആയിട്ടുണ്ടായിരുന്നതാണ്. പോലീസിൻ്റെ കേസല്ലേ, അത് കാരണം. അപ്പോൾ അതിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. നമുക്ക് കൊപ്പം പോലീസ് എന്നാണെന്നുണ്ടെങ്കിലും കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഒട്ടുമിക്ക പോലീസുകാരും എന്നെ ഈ സ്കില്ല് വെച്ചിട്ട് എന്നെ അറിയപ്പെടുന്നതാണ്. ഇപ്പോൾ മുരുകൻ സാർ എന്ന് പറയും, മുരുകൻ സഭാപതി സാറാണ് എൻ്റെ ഫസ്റ്റായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നും നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടും. മുരുകൻ സാറ് നമ്മുടെ, അതായത് എനിക്ക് പാസ്പോർട്ടിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ പാസ്പോർട്ടിന് വേണ്ടി സാറ് വീട്ടിൽ വന്നാ അങ്ങനെ ആയിരുന്നു സാറായിട്ട് പരിചയം വന്ന്. പിന്നെ ഈ തെഫ്റ്റ് അറ്റംപ്റ്റിൽ ഇതാക്കി. അപ്പോൾ ഫസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നല്ല വർക്കായിരുന്നു. അപ്പോൾ കാക്കുവിന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഉണ്ട് ഇപ്പുറത്ത്, അതായത് കാക്കും സാറും കൂടെ വീട്ടിൽ വന്ന് ഇതാക്കി. അങ്ങനെയാണ് ഞാൻ ഗ്യാദർ ചെയ്തതും ഇതിലിട്ടിട്ട് ഞാൻ ഇതാക്കുകയും ചെയ്തത്. നിങ്ങൾ ഡാറ്റ ഗ്യാദർ ചെയ്തു, അതിന് ചില മെട്രിക്സ് എക്സൽ ഷീറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തു ഈ സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആളെ പിടികൂടാൻ പറ്റിയില്ല. ഇതിലിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോർമൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലത് അല്ലേ? സാധാരണ ഇപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ അവരിപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു പെയിൻ കണ്ടപ്പോൾ അതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് ആലോചിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൻഫാസിൻ്റെ സ്റ്റോറി കേൾക്കുമ്പോഴേ ഒരു നോർമൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു വേ ഓഫ് തോട്ട് അല്ലത്, അല്ലെങ്കിൽ ഒരു വേ ഓഫ് ലൈഫ് അല്ലല്ലത്. കുറച്ച് ഡിഫറെൻ്റായ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു. ഒരു ഇഷ്യൂ നാട്ടിൽ കേൾക്കുമ്പോൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നു. ഇതൊക്കെ ഈ പ്രായത്തിൽ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ ഒരു തോട്ടിലേക്ക്, ടെക്നിക്കൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുറച്ചൊക്കെ ഇതൊക്കെ ഒരു ടെക്നിക്കൽ പാർട്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സും കൂടി കൂടുമ്പോൾ മാത്രമേ എനിക്കൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും എനിക്ക് ചിന്തിക്കാനും സാധിക്കുള്ളൂ. അതിലെന്തെങ്കിലുമൊക്കെ ലൈഫിൽ നിങ്ങളെ പ്രായമുള്ളവർക്കും നിങ്ങൾ അല്ലെങ്കിൽ ജൂനിയേഴ്സിനൊക്കെ ചിന്തിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഉപദേശമൊക്കെ പറയാനുണ്ടോ? അതായത് ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗം നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് ഇതാക്കണ്ടേ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പ്രൊജക്റ്റിൽ ഒരെണ്ണം 3 പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഒരെണ്ണം എൻ്റെ പാർട്ട്ണറിന്, എൻ്റെ കൂടെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാളുടെ പേഴ്സണൽ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ഉണ്ടായതാണ്. അതിലേക്ക് നമുക്ക് വരാം. ഞാൻ ചോദിച്ച കോർ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ്, അത് എന്തെങ്കിലും ലൈഫിൽ ഏതെങ്കിലും ഒരു അധ്യാപകനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അനുഭവങ്ങളോ
എന്തെങ്കിലുമൊക്കെ കാരണമായിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ അങ്ങനെ ഓട്ടോമാറ്റിക് ഉണ്ടായി വന്നതാണോ? ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വന്നത് തന്നെയാണ്. അതായത് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് റീഡിങ് ഉണ്ടായിരുന്നു? റീഡിങ് ഇല്ല, വായിക്കൂല. ഞാൻ വായിക്കൂല, എനിക്ക് ഭയങ്കര മടിയനാ, വായിക്കൂല. അങ്ങനെ ഒരു ഇൻസിഡന്റ്, അതെ അതെ, അങ്ങനെ ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലേ, ഈ ഒരു PC കിട്ടിയത്, എനിക്ക് ആ PC കിട്ടിയതിന് ശേഷമാണ് എനിക്ക് തോട്ട് ഓഫ് ഞാനിപ്പോൾ ചിന്തിക്കാൻ നിന്നിരുന്ന രൂപം മൊത്തം മാറിയത്. എനിക്ക് ആ PC കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി അറിഞ്ഞതും, ഇങ്ങനത്തെ ഒരു AI എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു മേഖലയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും എനിക്ക് മനസ്സിലായത്. സോ എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഈ നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി പൊതുവെ കുറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ പലതിലേക്കും എൻഗേജ് ചെയ്യും. പക്ഷെ PC എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ലാപ്പ് ഉണ്ടെങ്കിൽ ആണ് നമ്മുടെ വർക്കുകളൊക്കെ നടക്കാറ്. എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് അത്. മൊബൈലിൽ ഇരുന്നാണ് സംഗതി, മൊബൈലിൽ നിന്ന് കുറെ കാര്യം ചെയ്യാൻ പറ്റും, പക്ഷെ മൊബൈലിൽ നിന്നൊരു വർക്കും നീങ്ങില്ല, ചെയ്യാൻ കഴിയില്ല. PC എടുത്തിരുന്ന കുറെ കാര്യങ്ങൾ ടാബ് ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒരു വർക്ക് ഓറിയന്റഡ് ആയിട്ട് അപ്പോഴേ വരുള്ളൂ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ മൊബൈൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗെയിം കളിക്കാനും യൂട്യൂബ് സ്പേസ് എനിക്ക് എത്തിപ്പെട്ടു. ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് കാക്കൊക്കെ പേടിണ്ടായിരുന്നില്ല? ഈ മൊബൈൽ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു തീരുമാനമായ ഒരാൾക്ക് PC കൊടുക്കുമ്പോൾ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല? അല്ല, കാക്കുവിനെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അന്ന് മനസ്സിലായിട്ടില്ല? അതായത് അതിനുശേഷം എനിക്ക് പറഞ്ഞു തന്നു, ഇതാക്കി കഴിഞ്ഞാൽ എന്തേലും ആയിക്കോ, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു മാർഗം ഉണ്ടെന്ന് പറഞ്ഞു, കാണിച്ചു തന്നു. പിന്നെ അത് ബിൽഡ് ചെയ്തെടുക്കാന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറി. പക്ഷെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഈ ഫോണുമ്മ ഞാൻ ഗെയിം കളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കൂടെ രാവിലെ മദ്രസ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 7:30 മദ്രസ വിട്ട് കഴിഞ്ഞാൽ 9 മണി 10 മണിക്കുള്ള ഞാൻ വീട്ടിൽ കയറാം. അപ്പോൾ ചെക്കന്മാരായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സാക്രിഫൈസും വന്നിട്ട് അതിൻ്റെതായിട്ടുള്ള ഗെയിനും ഉണ്ടായിരുന്നു. നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ. സോ അതായത് നാട്ടിലിപ്പോൾ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സുള്ളൂ എനിക്ക്. അതായത് എനിക്കിപ്പോൾ ആ ഒരു സാക്രിഫൈസ് വീട്ടില് ഒരുപക്ഷെ അതായിരിക്കാം, ഒരുപക്ഷെ അതല്ലായിരിക്കാം. അതായത് എൻ്റെ ക്യാരക്ടർ കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുറത്തിറങ്ങാത്തത് കാരണമായിരിക്കാം. അതായത് ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ആ ഒരു എനിക്കിപ്പോ 17 ആയി, റീസെന്റ് 17 ആയി. ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്, എങ്ങനെയാണ് ആ ഒരു തോട്ട് പ്രോസസ്സ് ബിൽഡ് ചെയ്തത്? ഇതിപ്പോൾ സത്യത്തില് ബിസിനസ് ഐഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയേഷൻ ഒക്കെ പറയുമ്പോഴാണ് നമ്മളിങ്ങനെ പറയുക ഒരു പ്രോബ്ലം സോൾവ്, ഒരു പ്രോബ്ലം കണ്ടെത്തുന്നു, അതിന് പറ്റിയ സൊല്യൂഷൻ കണ്ടെത്തുന്നു. അപ്പോഴാണ് ഒരു ബിസിനസ് പറഞ്ഞാൽ തന്നെ സോൾവിങ് എ പ്രോബ്ലം എന്നാ പറയാം. പ്രോബ്ലത്തെ സോൾവ് ചെയ്താലേ ബിസിനസ് നിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ബിൽഡ് ചെയ്ത്? അത് വളരെ പ്രധാനമാണ്. കാരണം എന്താ പറയുക, പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൈൻഡ് സെറ്റ് വളരെ കുറവ്. അതായത് ക്രിയേറ്റീവായി തിങ്ക് ചെയ്യുക, ലോജിക്കൽ തിങ്കിങ്, ക്രിറ്റിക്കൽ തിങ്കിങ്, ഒരു കാര്യത്തെ അസസ് ചെയ്യാനുള്ള കഴിവ്, ഒരു പ്രശ്നത്തെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു മൈൻഡ് സെറ്റ്, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ? കുട്ടികൾക്ക് കൊടുക്കാവുന്ന അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്കിപ്പോ മൈൻഡിൽ വരുന്നു. ചെറുപ്പം മുതലേ ഇങ്ങനെ കാര്യങ്ങൾ കാണുമ്പോൾ ചെറുപ്പം മുതലേ എന്തേലുമൊക്കെ ഉമ്മാന്റെ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തേലുമൊക്കെ തിരിപ്പിടിച്ചിരിക്കാവോ ഞാൻ. അപ്പൊ ഒരു പ്രോബ്ലം ഉണ്ടാക്കുകയാണ്, സോൾവ് ചെയ്യും. പത്രം വായിക്കാറുണ്ടോ? പത്രം വായിക്കാറില്ല ആക്ച്വലി, സത്യം പറയാലോ, വായിക്കാറില്ല. പക്ഷെ ഞാൻ ന്യൂസ് അറിയാറുണ്ട്. ഡിജിറ്റൽ അതായത് ഇപ്പോ ഇറങ്ങുന്ന പേപ്പർ പത്രത്തിനൊക്കെ ഏറ്റവും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് രാവിലെ ആവും വരാന്. പക്ഷെ ഞാൻ എല്ലാ ന്യൂസും, ഒട്ടുമിക്ക ന്യൂസും ഞാൻ അറിയാറുണ്ട്. ഓക്കെ. അപ്പം നിങ്ങളൊരു പ്രശ്നം കാണുമ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഫാമിലി എനിക്കതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ അറിയില്ല. അങ്ങനെ ഉണ്ടായിത്തീർന്ന ചില കുട്ടികളുണ്ടാവും, അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, ഓട്ടോമാറ്റിക്കലി വന്നതായി. അങ്ങനെ നേരത്തെ ഉണ്ടോ ഈ ഒരു മൈൻഡ് സെറ്റ്? മൈൻഡ് സെറ്റ് പറഞ്ഞാൽ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാന്നുള്ളത് എനിക്ക് ചെറുപ്പം, അതൊക്കെ ഇപ്പൊ ഒരു 3-4 വർഷത്തിന്റെ ഉള്ളിൽ വന്ന ഒരു ചിന്താഗതിയാണ്. ചെറുപ്പം മുതൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്നം വലുതാക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു. ആ ഒരു കുറുമ്പും അതൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഈ PC യുഗം ഞാൻ പറഞ്ഞില്ല, ആ PC-ക്ക് കയറിയതിന് ശേഷമാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ടാവാം. ഈ മൊബൈൽ ഉപയോഗമുള്ള ഒരു നല്ല ഉപയോഗമുള്ള ഒരു കാലം ഉണ്ടല്ലോ, കൺസിസ്റ്റന്റ് ആയി 4 മണിക്കൂറൊക്കെ രാവിലെ ഉണ്ടായിരുന്നോ? രാവിലെ ഭക്ഷണം കഴിച്ച 6 മണി വരെ. പിന്നെ
പിന്നെ രാത്രി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി കളിക്കും. അതായത് മദ്രസ വിട്ട് കഴിഞ്ഞ് വന്നാ ഞാൻ ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് ഞാൻ നേരെ ഉറങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് ചിലപ്പോൾ ചെക്കന്മാരുമായിട്ട് പന്ത് കളിക്കാനും അങ്ങനെയൊക്കെ പോകും. പിന്നെ വീട്ടിലേക്ക് തിരിച്ച് 12-1 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിച്ച് പിന്നെ ഉറങ്ങൂല. ആ ടൈമിൽ ഉറങ്ങൂല. ഇപ്പോഴാണ് ഇന്ന് ഉറക്കമൊക്കെ വരുന്നത്. ആ ടൈമിൽ ഉച്ചക്ഷീണ ഉറക്കം എന്നൊക്കെ പറയില്ലേ, ആ ടൈമിൽ ഡയറക്റ്റ് ഫോൺ എടുത്ത് 4-5 മണിക്കൂറോളം ഇരുന്ന്. ആ സമയത്ത് ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്തേക്കാരം മാതാവിനോട് അല്ലെങ്കിൽ സമൂഹത്തോട് വെറുപ്പായിരിക്കും. അതെ, അപ്പൊ അവിടെ ബ്ലെയിം ചെയ്യണത് കൂടുതൽ ആ ആഴം കൂട്ടില് ചെയ്യാം. അതെ, അതായത് നമുക്ക് അവര് പറഞ്ഞത് പോയിന്റ് ഉണ്ടെന്നോ അവര് പറയുന്നതിൽ ഒരു സത്യം ഉണ്ടെന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ആ ടൈമിൽ നമ്മളുടെ എന്താ, എത്ര ഫോണിൽ കളിച്ചു കഴിഞ്ഞാലും വലുതായി കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിയുന്നുള്ള അതെ ഞാൻ എന്റെ സ്വപ്നം. എത്ര ഗെയിം കളിച്ചു കഴിഞ്ഞാലും ഞാൻ നല്ല മാർക്ക് മേടിക്കും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആ ഒരു ചിന്താഗതിയാണ്. ഒബ്വിയസ്ലി എന്റെ ചിന്താഗതി അതായിരുന്നു. കുട്ടികൾ പൊതുവെ അങ്ങനെ ആയിരിക്കും. അതെ, വഷളാവുകയാണ് അവര്. ഗെയിം കളിക്കാണെന്ന് പറഞ്ഞ കൂടെ എത്ര ഗെയിം കളിച്ചു കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും, ആ ഒരു ഇതിലായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഗെയിം ഒന്നും അല്ല എന്ന് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ബിൽഡ് ചെയ്യാൻ തുറത്തേക്കാണ് എനിക്ക് ആ പോയിന്റ് വന്നത്. അതായത് ഗെയിമുമ്മ കളിച്ച് കിട്ടുന്ന ഒരു ഇതൊന്നും അല്ല നമുക്ക്. അല്ല, ഒരു ആവറേജ്, എബോവ് ആവറേജ്, ബാക്ക് ബെഞ്ച് അല്ല, മിഡിൽ ബെഞ്ച്. അതെ. ഇപ്പോ ഗെയിമിന്റെ കേസ് പറഞ്ഞില്ലേ, ഗെയിം കൺസ്റ്റന്റ് ആയി കണ്ട കേസ്. ഇപ്പൊ കുട്ടികൾ ഏൺ ചെയ്യാൻ വേണ്ടിട്ട് ഗെയിം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഗെയിം കളിക്കുന്നുണ്ട്. കുട്ടികൾ മാത്രല്ല, വലിയ ആൾക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അതിലൂടെ അവർക്കൊരു സ്കില്ല്, കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ചിലപ്പം സാധിച്ചൂടായില്ല. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഗെയിം കളിക്കാനുള്ള സ്കില്ലില്ലാതെ അല്ലെങ്കിൽ തൻ്റെ മെൻ്റൽ ഹെൽത്ത് ഈ ഇഷ്യൂസൊക്കെ ബാധിക്കാനില്ല, മറ്റെന്ത് നേടാൻ കഴിയില്ല. ഇല്ല. അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് ഒരു അഭിപ്രായമാണ് പറയാനുള്ളത്? ആ ഒരു തിരിച്ചറിവാണ് ഇന്ന് ഞാൻ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. അതായത് ആ ടൈമിൽ ഞാൻ ഗെയിം കളിച്ചിട്ട് ഗെയിമിൽ നിന്ന്, ആ ടൈമിൽ ഓബിയസ്ലി എല്ലാവരുടെയും മൈൻഡുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗെയിമേഴ്സ് ഇപ്പോൾ ഗെയിം കളിച്ച് BM എടുക്കുന്നു, ബെൻസ് എടുക്കുന്നു, BMW എടുക്കുന്നു, കുട്ടികൾ അതാണ് കാണുന്നത്. പക്ഷെ അവർ കാണാത്തൊരിതുണ്ട്, ഗെയിം കളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. നമ്മളിപ്പോൾ ഗെയിം മാത്രമാണ് നമ്മളുടെ ഒരേ ഒരു പ്ലാന്. നമുക്കിതിൽ സക്സസ് ആവാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും അല്ല. എനിക്ക് ഒരു എന്തെങ്കിലും സ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഗെയിം കളിച്ചുകൊണ്ട് ഒരു സ്കില്ല് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണുന്നു ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് മറ്റേ ക്ഷമ പഠിക്കാൻ പറ്റുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ന്യൂസിലല്ല, ഒരു ബ്ലോഗ് വായിച്ചതാ, ഗെയിം കളിച്ചുകൊണ്ട് ക്ഷമ, രണ്ടും ഒരു ബന്ധമില്ലാത്തൊരിത് അല്ലേ. അതെ, ഞാൻ പറയട്ടെ, എൻ്റെ ഈ സക്സസിന് കാരണം ഗെയിമെന്നൊന്നുമല്ല. എനിക്ക് ഒരു സ്കില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു സ്കില്ലാണ് എനിക്ക് ഇതാക്കുക. ഗെയിമിങ് സ്കില്ല് പുറത്തിറങ്ങിയിട്ട് സമീപിക്കണം. അതെ, റിയൽ പ്രൊജക്റ്റ് എത്തിക്കഴിഞ്ഞാലുള്ളൂ എനിക്ക് സക്സസ് ആവാൻ പറ്റുക എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നതിൽ നിന്നാണ് എൻ്റെ സക്സസ് തുറത്തിയിട്ടുള്ളത്. കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയ ഗെയിം കളിക്കുന്ന ആളുകള് വലിയ BMW ലൈഫ്, ആ ലൈഫിനും വേറെ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഡിജിറ്റലിൽ സ്ക്രീനിൽ കാണുന്ന മറ്റുള്ളവരുടെ ലൈഫ് ലക്ഷറി എന്നുള്ളത് നമുക്ക് അവരുടെ ലൈഫ് ഹാപ്പി ആണെന്നോ ഫ്യൂച്ചറുണ്ടെന്നോ നിർണ്ണയിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. കാരണം അതൊരു 10 മിനിറ്റ് വീഡിയോ ആയിരിക്കും. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് വീഡിയോ അല്ല. അവർക്ക് മെൻ്റൽ ഹെൽത്ത് ഉണ്ടോ, അവരുടെ ഫാമിലിയെത്തോളം സോഷ്യൽ ലൈഫിലെത്തോളം അവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഗെയിമിൽ കൂടുതൽ എൻഗേജ് ചെയ്യുന്നതോടുകൂടി മെൻ്റൽ ഹെൽത്ത് നന്നായിട്ട് ബാധിക്കും. ക്ഷമ ഉണ്ടാവുന്നതിനേക്കാൾ അപ്പുറം ഉണ്ടാവുക മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇറങ്ങി പുതിയൊരു റിയൽ വേൾഡിലേക്ക് റിയൽ പ്രൊജക്ടുകളൊക്കെ കുട്ടിയോട് പറയാറുള്ളത്. അതിനകത്തിരിക്കുമ്പോൾ ഒന്നും ബിൽഡ് ചെയ്യാനുള്ള അതിപ്പോ നമ്മളൊരു കൺസ്യൂമർ ആവുകയാണ്. അവിടെ കുട്ടികളൊക്കെ കൺസ്യൂമറാണ്. ആരോ ഉണ്ടാക്കിയ ഒരു സാധനം കൺസ്യൂം ചെയ്യുന്നു. അതിൽ നിന്ന് മാറി ഒരു ബിൽഡർ ആവുന്ന കപ്പാസിറ്റിയിലേക്ക് വളരുക എന്നുള്ളതാണ് പുതിയ കാലത്ത് കുട്ടികൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. അതിന് പാരന്റ്സ് അവരെ ഗൈഡ് ചെയ്യണം. പിന്നെ AI പഠിക്കണവർ ഡിജിറ്റൽ സ്കില്ല് നേടിയെടുക്കണം. അതിനെക്കുറിച്ച് എന്താ പറയാ?
അതിനെപ്പറ്റി പറയാനാണ് ലൈഫിനായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം. ലൈഫിനായിട്ട് കണക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റുഡൻസിന് ഒരുപാട് വഴികളുണ്ട് AI യൂസ് ചെയ്ത് പൈസ ഏൺ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ AI യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് അവരുടെ ഒരു പോക്കറ്റ് മണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് വൈബ് കോഡിങ്. വൈബ് കോഡിങ് എന്ന് പറഞ്ഞാൽ AI യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക. അത് വെബ്സൈറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു കുട്ടിക്കും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പോ ഫോണോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കുട്ടിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അവർക്ക് തന്നെ 5000 രൂപ 6000 രൂപയൊക്കെ മിനിമം നമുക്കത് മേടിക്കാൻ ക്യാഷ് മേടിക്കാനും പറ്റും. അങ്ങനത്തെ ഇതൊക്കെ എനിക്കിപ്പോൾ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം AI യൂസ് ചെയ്ത് ഏൺ ചെയ്യാൻ നോക്കുക. അതിലൊരു മാർഗ്ഗമാണ് വൈബ് കോഡിങ്. നിങ്ങളുടെ ഓരോരോ ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ എടുത്തിട്ട് ആ ബിസിനസ്സിൻ്റെ ഐഡിയാസും ഇതൊക്കെ ChatGPT പെർപ്ലെക്സിറ്റി അങ്ങനത്തെ ഏതെങ്കിലും ഒരു AI ഇട്ടിട്ട് ആ AIനോട് ഇതൊരു പ്രോംപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ലവബിൾ ഉണ്ട്, എമർജൻറ്റ് ഉണ്ട്, ബോൾട്ട് ഉണ്ട്, ഇതിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹൈ ക്ലാസ് അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെ കിട്ടും. ഇതന്നെ അവർക്ക് വിളിച്ച് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെല് ചെയ്യാനും പറ്റും. ചെറുപ്പത്തിലൊരു ഒരു സ്പിരിറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതെ അതെ, ലൈഫ് ഒന്നുകൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. സാധാരണ ഇപ്പോൾ ഈ പാരൻസ്, ഞാനൊരു സ്ഥലത്ത് കണ്ടിട്ടുള്ളതാണ്, ആസ്ക് മാറ്റി ടാസ്ക് ആക്കുക എന്ന് പറയും. നമ്മളിങ്ങനെ ചോദിക്കല്ലേ എന്താ മൊബൈലാണ്, എന്താ വീഡിയോ ആണ്, എന്താ ഗെയിം കളിക്കണ്, വേറെ പണിയൊന്നും ഇല്ലേ, ഇതൊക്കെ ആസ്കിങ് ആണ്. പക്ഷെ നിങ്ങളെ ബ്രദർ നിങ്ങൾക്ക് ടാസ്ക് അല്ലേ, അത് ഭയങ്കര ഷിഫ്റ്റാണ് ആസ്കും ടാസ്കും തമ്മിലുള്ള. അപ്പോൾ കുട്ടികൾക്ക് നല്ല ടാസ്ക് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് വളരാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, ഇപ്പം നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്, ഇതിനോട് സമാനമായി ചിന്തിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ സ്കൂളിൽ? എൻ്റെ സ്കൂളിൽ ഞാൻ കണ്ടത് ഒരാളുള്ളൂ. ഞാൻ കണ്ടിട്ട് ഒറ്റാള് സ്കൂളിൽ എടപ്പലം എന്ന് പറയും, PTM ഹൈസ്കൂളാ, ഹയർ സെക്കൻഡറി ഹൈസ്കൂളും കൂടി ഇതായിട്ടുള്ളത്. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഇതിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തകൾക്ക് എത്തിയിട്ടുള്ളത് സാർമാരുണ്ട്. സാർമാര് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവായിട്ടും ഇപ്പോൾ അതുപോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് സാർമാരുണ്ട്. പക്ഷെ എന്നാൽ കൂടെ വിരലിലെണ്ണാവുന്ന സാർമാരുള്ളൂ, എന്നാൽ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ സ്കൂളിലൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് എൻ്റെ മൈൻഡുമായിട്ട് സിങ്ക് ആയിട്ടുള്ളത് ഒരേ ഒരാളാ. എന്തായാലും പേര് അദീബ് എന്ന് പറയും. എന്റെ ഒരു പ്രൊജക്ടിന്റെ ഒരു അദീബ് സെയിം ക്ലാസ്സിലാണോ അതോ വേറെ? അല്ല, അദീബ് +2 ആണ്, എന്റെ സീനിയറാണ്. അവനും ഞാനും കൂടെ നിങ്ങൾ സ്കൂളൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങള് സംസാരിക്കുന്നത് മൊത്തം AI അത് വന്നു, AI ഇത് വന്നു. നമുക്ക് അതായത് ഞങ്ങളെ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പിക് അതല്ല അതെ, സംസാരിക്കുമ്പോ ഞങ്ങള് സംസാരിക്കുന്നത് മൊത്തം അതാണ്. അദീബാണ് എൻ്റെ ഒരു പ്രൊജക്റ്റിന്റെ എൻ്റെ ഒപ്പം നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്. അദീബും വേറൊരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ ഒപ്പം ഇരുന്ന് പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. അദീബിന്റെ ഒരു കസിനാണ്. ഞങ്ങളൊപ്പം നിന്നിട്ടാണ് ഒരു പ്രൊജക്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്കൂളില് നിങ്ങളിപ്പോൾ ഹൈസ്കൂളിൽ തന്നെ തുടങ്ങിയില്ല, ആ സ്കൂളിൽ തന്നെ അല്ലേ? അല്ല, ഞാൻ 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെ ഞാൻ മറിയമ്മ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ എന്ന് പറയും വേറെ സ്കൂളിലായിരുന്നു. അതിനുശേഷം +1 +2 ഞാൻ അപ്പോൾ അവിടുന്ന് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു നിങ്ങൾ 8ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടെ എല്ലാം കിട്ടിയിരുന്നു കുട്ടികളെ? കുറച്ചുകൂടി മുന്നുള്ള കാലമാണ്, ഇങ്ങനെ വരുന്നൊരു കാലമാണ്. അവിടെ എനിക്ക് ടീച്ചേഴ്സിന് കിട്ടിയിട്ടില്ല, പക്ഷെ അവിടുത്തെ മാനേജ്മെന്റ് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കിൽ ഇടുന്നൊക്കെ അവർക്ക് അറിയായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഹോം ഓട്ടോമേഷന്റെ ഒരു പ്രൊജക്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ESP ഒക്കെ യൂസ് ചെയ്തിട്ട്. അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ മാനേജ്മെന്റ് ആയിരുന്നു. അതെ, ഞാൻ കിട്ടിയോ? അവാർഡല്ല, പക്ഷെ സ്കൂളിൽ ഞങ്ങൾ എല്ലാ സ്കൂളിൽ നിന്നും ഒരുപാട് കുട്ടികൾ വന്ന് പ്രൊജക്ഷന് വെക്കും. അതായത് CBSEയും സ്റ്റേറ്റ് സിലബസും കൂടെ രണ്ടും കൂടെ ഉള്ള ഒരു സ്കൂളായിരുന്നു. അപ്പോൾ CBSEക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് അത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അല്ല, ഞാൻ സ്റ്റേറ്റ് ആയിരുന്നു. ഞാൻ 4ാം ക്ലാസ് വരെ CBSE, 4ന്ന് പിന്നീട് അങ്ങോട്ട് സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പോൾ ഈ നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഈ സ്റ്റുഡൻസിന്റെ പൊതുവെയുള്ള പ്രതികരണം എന്തായിരിക്കും? അന്യഗ്രഹജീവികൾ. അതെ, അവരുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ എന്തൊക്കെയാ പറയണ്, എനിക്ക് മാനസികത ആ ഒരു ഇതിലാണ് ഞാൻ സംസാരിക്കുന്ന മൊത്തം. ആ ഒരു ഇതിലാവും AI എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ റാമിന്റെ പ്രൈസ് ഇപ്പൊ എന്താ കൂടെ. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരൻ വന്ന് ചോദിച്ചു, എടാ എനിക്ക് PC-യുടെ റാം ഇതാക്കണം. പക്ഷെ എന്താണ്, ഞാനിപ്പോൾ 2-3 ആഴ്ച മുമ്പ്, അതായത് റാമിന്റെ പ്രൈസ് ഹൈക്ക് തുടത്തിയ ടൈമിൽ
2-3 ആഴ്ച മുമ്പ് ഞാൻ നോക്കിയൊക്കെ വെറും 500 രൂപ 600 രൂപ ഉണ്ടായിരുന്നത് ഇന്ന് 2000-3000 ആയിക്കാണ്. എന്താണെടാ ചെയ്യുക, എന്താണ് ഇതിന്റെ കാരണം പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്ക് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അതായത് നമുക്ക് അറിയാവുന്ന ഒരു ഇത് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കൂലേ, അതും ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇന്ന രീതിയിലാണ്, അതായത് ലാർജ് ലാംഗ്വേജ് മോഡൽസിനൊക്കെ ഒരുപാട് റാമും ഒരുപാട് സ്റ്റോറേജും ആവശ്യം വന്ന് അത് കാരണം ഇന്ന രീതിയിലാണ് ഇത് പറഞ്ഞു. അവസാനം ഇതിപ്പോ എന്ത് കാരണമാണ് റാമിന്റെ പ്രൈസ് കൂടി. അതെ അതെ LLM എന്താന്ന് അതെ പ്രൈസ് കുറഞ്ഞു കിട്ടണം. അതെ കൂടി കാരണം എന്ന് പറയണ്ടേ. അതെ അപ്പൊ എന്താണ് അങ്ങനെ ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റും സ്കൂളിനകത്ത് കൊണ്ടുവരുമ്പോഴാണല്ലോ. ഇപ്പോൾ ചൈന 1ാം ക്ലാസ് മുതൽ AI കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ CBSE സ്കൂളുകളിൽ കേന്ദ്രം ഇപ്പോൾ CBSE സ്കൂളിൽ നിന്നല്ല സിലബസിൻ്റെ ഭാഗമായിട്ടും 3ാം ക്ലാസ് മുതൽ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ഇന്ത്യയിൽ. അതെ, പക്ഷെ അത് പറയാനൊക്കെ എളുപ്പമാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ടെക്നോളജിയെ ബന്ധപ്പെട്ടായാലും AI എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പോലെയല്ല, ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയാൻ പറ്റും. നമുക്ക് എല്ലായിടത്തും പരക്കും, ഒരു നോഡോ ഇന്നിപ്പോൾ ഇലക്ട്രിസിറ്റി എവിടെ ഉള്ളത് അതുപോലെ AI മാറും. പരക്കണം അതാണ് സത്യം. ചൈന അങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഒരു ഇലക്ട്രിസിറ്റി ആയിട്ട് കാണും, അല്ലാതെ ഒരു ടൂളല്ല അവർക്ക്. അത് ഇലക്ട്രിസിറ്റി. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കണം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചത് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ്. 140 കോടി മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്കൊക്കെ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റീവായ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ ജനറേഷനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണമല്ലോ. നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ഡിഫറെൻ്റ് ആയി ചിന്തിക്കുന്ന ഒരാളാണല്ലോ നിങ്ങൾ ആ കൂട്ടത്തില്. അതെ, എങ്ങനെയാണ് അത് സ്കൂളിനകത്ത് കൊണ്ടുവരാൻ എന്തെങ്കിലും ആശയമുണ്ടോ? അതെ, അതായത് നമുക്ക് സ്കൂളിൽ നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് ബേസിക് ആയിട്ട് AI എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ AI എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ AI നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സെക്കൻഡ് സ്റ്റേജിൽ. തേർഡ് സ്റ്റേജിൽ ഈ AI വെച്ച് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ 3 സ്റ്റേജും നമുക്കിപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാഴ്ചയിൽ ഒരു പീരീഡ്, അതായത് ഒരു പീരീഡിലും അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പീരീഡ് നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ച് തരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും അത് അവരുടെ ഒരു പോക്കറ്റ് മണി ആയിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജിൽ AI എന്താണെന്നുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AI, LLM-ഉം അതുപോലെ തന്നെ വൈബ് കോഡിംഗ് പ്ലാറ്റ്ഫോംസും ആൻറ്റിഗ്രാവിറ്റി ഫണ്ടമെന്റൽസ് ഓഫ് AI. സെക്കൻഡ് സ്റ്റേജിൽ ഈ AI എങ്ങനെ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് പ്രോംപ്റ്റിംഗ് എത്തിക്കൽ യൂസ് എന്തൊക്കെയാണ്, ഷോർട്ട് കട്ട്സ്. ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഇപ്പോൾ പറയാം, നമുക്ക് AIക്ക് കറക്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് AIനോട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പ്രോംപ്റ്റ് കിട്ടും. അതൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാക്കാനുള്ള ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഇതാക്കുക. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് AI, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AI പഠിപ്പിച്ചു കൊടുക്കുക. സെക്കൻഡ് സ്റ്റേജിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നു, അതുപോലെ തന്നെ ഈ AI ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും. തേർഡ് സ്റ്റേജിൽ ഈ AI നമ്മുടെ പ്രൊഡക്ഷനൊക്കെ എത്തിക്കുന്ന ഡെവലപ്മെന്റ് സ്റ്റേജ്, ബിൽഡിംഗ് സ്റ്റേജ്. ഈ AI യൂസ് ചെയ്ത ഒരു വെബ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു AI അല്ലെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഈ 3 സ്റ്റേജും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹോൾ ഇന്ത്യയിൽ തന്നെ കുട്ടികൾ AI യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ AI യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതും വർദ്ധിപ്പിക്കാനും പറ്റും. ഈ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫോൺ അഡിക്ഷനൊക്കെ ഒരു പരിധി വരെ കുറക്കാനും പറ്റും. പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് കൂടുന്നതോടൊപ്പം ഫോണ് കൂടുതൽ ആവശ്യമില്ല വരിക. അതായത് നമ്മളിപ്പോൾ ഫോൺ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു നോർമൽ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് സ്ക്രോൾ ചെയ്യാൻ അതിനൊക്കെ. പക്ഷേ ഈ AI യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വൈബ് കോഡ് ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എനർജി നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ഒരു അതായത് രണ്ടും സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സ്ക്രീൻ ടൈം ആരാണ് പോസിറ്റീവായി ഉപയോഗിക്കുന്നത്? അതെ, അതെങ്ങനെ കുട്ടികളെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റും അറിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതെ, പക്ഷെ അത് നിങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേരും പറഞ്ഞത് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. അത് കാരണമാണ്, അതുകൊണ്ടാണ്. അതെ, അപ്പൊ ആ ഒരു തരത്തിലേക്കുള്ള ഓറിയന്റേഷൻസ്, വർക്ക്ഷോപ്പുകള്, കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അത് പാരന്റ്സിന് വേണം, ടീച്ചേഴ്സിന് വേണം. ഇപ്പൊ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എടുക്കുകയാണെങ്കിൽ എന്താ ടീച്ചേഴ്സിനോട് പറയാനുള്ളത്? ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം AI യൂസ് ചെയ്യാൻ ശ്രമിക്കാം, ശ്രമിക്കെങ്കിലും ചെയ്യാം. അതായത് ഇപ്പോൾ
ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എ യൂസ് ചെയ്യുമ്പോഴും ടീച്ചേഴ്സ് ഇതായിട്ടുള്ളതാ. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇല്ലേ, ഇപ്പോൾ എൻ്റെ ഒരു കെമിസ്ട്രി ക്ലാസ്സിന് സാറ് എനിക്കൊരു ഹോംവർക്ക് തന്നു. ഒബ്വിയസ്ലി ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് പോയിട്ട് നമുക്ക് മെറ്റായിരുന്നു വാട്സപ്പിൽ മെറ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരെ ഫോട്ടോ എടുത്ത് മെറ്റയിൽ ഇട്ട് കൊടുത്തു. എനിക്ക് കറക്റ്റ് ഉത്തരം കിട്ടി. സാറ് അതിനുശേഷം പിറ്റേ ദിവസം വന്നിട്ട് എനിക്ക് എങ്ങനെയത് ചോദിച്ചു. എനിക്ക് എങ്ങനെയെന്ന്, അതായത് മെറ്റ പറഞ്ഞെന്ന് കാരണം ഞാൻ സാറിന് പറഞ്ഞു കൊടുത്തു. സാറ് ഇതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ബോർഡിൽ വരച്ചായിട്ട് പറഞ്ഞു. എനിക്കൊരു മാർഗമല്ല. അതായത് ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ AI യൂസ് ചെയ്തു. സാറുമാർ അത് മാനുവലി സാറ് ചെയ്തു. എന്നിട്ട് സാർ എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു, ബോർഡിൽ ഇന്ന രീതിക്കാണ് ഇന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടാന്ന്. അപ്പോഴൊക്കെ സാറുമാർ മിസ്സാവുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അവരുടെ എനർജി സേവ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കിട്ടി, പക്ഷെ എങ്ങനെ കിട്ടി എന്നുള്ളത് അതൊരു തന്നെയാണ്. അതായത് എന്താണെന്നുണ്ടെങ്കിലും നമുക്കൊരു ബേസ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എയുടെ ഓവർ ഡിപ്പെൻഡൻസ്, ഇപ്പോൾ ഞങ്ങൾ IIT ബോംബെയിലെ കോഴ്സിലൊക്കെ വളരെ പ്രധാനമായിട്ട് ഊന്നി പറഞ്ഞൊരു കാര്യം, നമ്മൾ എങ്ങനെ AI യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഉണ്ടാക്കണം. അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ പ്രോംപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ചെയ്തൊരു ഔട്ട്ലൈന് വികസിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു വർക്കിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുക, ഇത് ഇങ്ങനെ ഈ തരത്തിലേക്ക് AI ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ സ്കില്ലും കൂടി വളരുക, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കൂടുക. അപ്പോൾ കുട്ടികളിപ്പോൾ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ടായിട്ട് ഇതിലേക്ക് പോയാൽ സംഭവിക്കുക എന്താ വെച്ചാൽ, ദേ വിൽ നോട്ട് ഗെറ്റ് ദ കോൺസെപ്റ്റ്. ഇപ്പോൾ ഈ അധ്യാപകരുടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ സ്പീഡ് ഒരു കൂട്ടാം, അക്യുറസി കൂട്ടാം, അതിനെ വിവിധ രൂപത്തിൽ അവതരിപ്പിക്കാം. ഓരോ സ്റ്റുഡൻസിൻ്റെയും അവരുടെ കപ്പാസിറ്റിയും ലേണിംഗ് സ്പേസും മനസ്സിലാക്കിയിട്ട് അവർക്ക് വ്യത്യസ്തമായ ലെസൺസ് കൊടുക്കാം. അവരുടെ പ്രസൻറ്റേഷൻസ് നല്ല PPTയും വീഡിയോയും ഒക്കെ വെച്ചിട്ട് ബെറ്റർ ആക്കാം, ടൈം സേവ് ചെയ്യാം, ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ആ തരത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. രണ്ട്, ആസ് എ ടീച്ചർ ഒരു ജനറേഷൻ്റെ ബിൽഡറാണ്, ക്രിയേറ്റർ ഓഫ് ജനറേഷൻ, അല്ലെങ്കിൽ ഒരു ജനറേഷനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യേണ്ട ഒരാളാണ്. അവർക്ക് ഈ ഒരു ഉപയോഗം കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത്, അവർക്ക് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡൻസ് സ്വാഭാവികം, നമ്മളിപ്പോൾ AI ഉപയോഗിക്കണം നമ്മൾ പറയുമ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഷോർട്ട് കട്ടിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ അവരവിടെ കൃത്യമായി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ ക്രിറ്റിക്കൽ തിങ്കിങ് എങ്ങനെ, നമ്മൾ AI ഫോർ സ്റ്റുഡൻസ് കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന ആ തരത്തിലാണ്. അതിലൊരു ക്രിയേറ്റീവ് ലാബ് എന്ന് പറഞ്ഞൊരു ഒരു മൊഡ്യൂളുണ്ട്, ക്രിറ്റിക്കൽ തിങ്കിങ് വിത്ത് AI എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. ഇത് രണ്ടും AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ ബെറ്റർ ആക്കാം എന്നുള്ളത് ചെയ്യുന്നതാണ്. അപ്പോൾ അധ്യാപകർക്കും ടീച്ചേഴ്സിനും ആ തരത്തിലേക്കുള്ള ഒരു ട്രെയിനിങ് ആണ്. നിങ്ങൾക്ക് എന്തൊരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് വെച്ചാൽ, നിങ്ങളിതിൻ്റെ കോഡിങ് മുതലുള്ള ഒരു ലൈഫ് നിങ്ങൾക്കറിയാം, എങ്ങനെയാണ് AI ഇവോൾവ് ചെയ്ത് വന്നത് എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ ജനറേഷൻ സംഭവിക്കുന്ന നേരെ എടുക്കണേ ഇറങ്ങുന്നത്, നിങ്ങൾക്ക് അതിന്റെ ബാക്ക് അറിയാം, ഫ്രണ്ട് എൻഡ് മാത്രമല്ല അറിയുള്ളൂ. ഇവരെല്ലാവരും ഡയറക്റ്റ് ChatGPT അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റി മെറ്റയിൽ കയറി ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം, നമുക്കത് എന്താ ബാക്കിൽ നടക്കുന്നതെന്ന് അറിയാം. അധ്യാപകരൊക്കെ ഇത് വേണ്ട പോലെ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്കൂളിലെ അനുഭവം? എൻ്റെ സ്കൂളിൽ ഒരു അനുഭവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് സാറിന്, എൻ്റെ ഒരു സാറ്, ഹയർ റാങ്കിലുള്ള ഒരു എൻ്റെ സാറ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറ് ChatGPT-നേക്കാൾ നല്ലത് പെർപ്ലെക്സിറ്റി ആണ് പറഞ്ഞു. അംഗീകരിച്ചില്ല സാറ്. പറയാൻ കാരണം അല്ല, നമുക്ക് പെർപ്ലെക്സിറ്റി ഒന്നാമത് ഒരു ഇന്ത്യൻ മെയ്ഡാണ്. നമുക്ക് ഏതൊരു മനുഷ്യനും ഒരു ഇന്ത്യൻ, സ്വന്തം നേഷൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഈ ChatGPT-നേക്കാൾ ഇന്ത്യൻ ഒറിജിൻ ഡെവലപ്പ് ചെയ്ത്, അതെ, തമിഴ്നാട്ടുകാരൻ്റെ. അപ്പോൾ പെർപ്ലെക്സിറ്റിയിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഔട്ട്പുട്ടിൽ തരുന്നതിൽ ഒന്നാണ് ഇത്. അക്കാഡമിക് പർപ്പസിന് ഏറ്റവും നല്ലതാണ്, റിസർച്ചിന് ഏറ്റവും നല്ലതാണ്. ആ സാറിൻ്റെ യൂസും വന്നിരുന്നത് റിസർച്ച് ടൈപ്പാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഹയർ റാങ്കിലുള്ള ഒരു സാറായിരുന്നു. റാങ്കല്ല, സോറി, ഹയർ പൊസിഷനിൽ നിൽക്കുന്ന സാറായിരുന്നു, അക്കാദമിക്കൽ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന സാറായിരുന്നു. അത് കാരണം തന്നെ സാറിൻ്റെ യൂസും അതായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ സജസ്റ്റ് ചെയ്തു, സാർ ഇതാക്കിയില്ല. അതിനുശേഷം ഞാൻ അവസാനം സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ട്രൈ ചെയ്തിട്ട് സാറിന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സാർ ഇതാക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സാറിന് ചെയ്തു തരാറുണ്ട്. അങ്ങനെയാണ് സാർ അത് നമുക്ക് മാറിയത്. ഇതിപ്പോഴും, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും സാർമാർ യൂസ് ചെയ്യുന്നത് ChatGPT മാത്രമാണ്. ഇമേജ് ക്രിയേഷൻ മാറിയിട്ടില്ല, അതെ, വണ്ടർ തരുന്നുണ്ട്. അപ്പോൾ
അതൊന്നും മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സാർമാർ ഫസ്റ്റ് മാറേണ്ടത് സാർമാരാണ്. അതായത് സ്റ്റുഡൻസ് മാറിയതിന് ശേഷം സാർമാർ മാറിയിട്ട് ഒരു കാര്യമില്ല. ആദ്യം സാറുമാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് മാറിയതിന് ശേഷം അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും എൻ്റെ ഒരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അക്കാദമിക് ഇയർ മുതൽ ഈ AI തന്നെ നമ്മുടെ ഒരു മൊഡ്യൂളാക്കിയിട്ട് നമ്മുടെ സ്കൂളുകളിൽ വരണം. അതിന് മസ്റ്റായിട്ട് വരണം. ഇപ്പൊ നമ്മൾ ചൈന ഒക്കെ കൊണ്ടുവന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ പറഞ്ഞാൽ മാത്രമല്ല ചെയ്യും. ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ നാടിനുള്ള സിസ്റ്റം ഉണ്ട് അവർക്ക്. എന്ത് സംഭവിക്കുക, അവര് 10 കൊല്ലം കഴിയുമ്പോഴേക്കും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. 10x 130 കോടി ഉണ്ടെങ്കിൽ 1300 കോടിയുടെ പ്രൊഡക്ഷൻ അവർ ചെയ്യും. അതിന്റെ ഇമ്പാക്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്രൊഡക്റ്റ് എങ്കിലും ചൈന പ്രൊഡക്റ്റ് ആകുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് ഒരു നെയിൽ കട്ടർ വാങ്ങി, ദാറ്റ് ഈസ് തൈവാൻ പ്രൊഡക്റ്റ്. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഒരു ചെറിയ രാജ്യം, നമ്മളെക്കാൾ എത്ര ചെറിയ രാജ്യത്തിന്റെ ഒരു പ്രൊഡക്റ്റ് അല്ല, എത്ര വീട്ടിൽ നെയിൽ കട്ടർ ഉണ്ടാവും. ദേ തോട്ട് അബൌട്ട് ഇറ്റ്. അതായത് എങ്ങനെ ചൈനയെ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രിസിറ്റി ആക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റി ആക്കിയുള്ള ഗുണം എന്താ വെച്ചാൽ എല്ലായിടത്തും അത് പരക്കും. ആ ഒരു തോട്ടിലാണ് അവരുടെ അമേരിക്ക ഇതിനെ തങ്ങളുടെ പവർ കാണിക്കാനുള്ള സാധനമാക്കി. അമേരിക്ക ഇല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സുപ്രമസി, ഒരു വെപ്പണൈസ് ചെയ്യുക, ഒരു സാധനത്തെ കിട്ടിയത് വെപ്പണൈസ് ചെയ്യുക, അത് വെച്ച് ലോക പോലീസ് ആവുക, ആളുകളെ കൺട്രോൾ ചെയ്യുന്ന. ചൈന അങ്ങനെ, ചൈന സൈലന്റ് ആണ്. അപ്പൊ ആരും വെല്ലുവിളിക്കാൻ പോകുന്നുണ്ടോ? പക്ഷെ അവർ ഡൂയിങ് സംതിങ് സ്മാർട്ടർ. അവരെല്ലായിടത്തും അരിച്ചരിച്ച് കയറും. അവർ കറക്റ്റ് ടൈമിൽ AI യൂസ് ചെയ്യുന്നുണ്ട്. അതെ, നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെ AI ഇംപ്ലിമെന്റ് എന്തായാലും ഈ ഒരു തോട്ട് വളരെ ഗൗരവമായിട്ട് വരേണ്ടതാണ്. പ്രത്യേകിച്ച് പോളിസി മേക്കേഴ്സ്, എഡ്യൂക്കേഷൻ പോളിസിയെ തീരുമാനിക്കുന്ന ഗവൺമെന്റ് തലത്തിലുള്ള ആളുകളാവട്ടെ പ്രൈവറ്റ് തലത്തിലുള്ള ആളാവട്ടെ, തങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പാരന്റ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അധ്യാപകരുണ്ട്, അതുപോലെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവരെ ഈ 4 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അത് അർഹിക്കുന്ന രൂപത്തിൽ ട്രെയിൻ ചെയ്ത് മൗൾഡ് ചെയ്താൽ മാത്രമാണ് ആ ഒരു വരുന്നൊരു ഒരു നെക്സ്റ്റ് ജനറേഷൻ ഫേസ് ചെയ്യാനും അതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനൊക്കെ അവർക്ക് സാധിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാലോ. നമ്മുടെ സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസ് ബോർഡിൻ്റെ ബുക്കുകളിൽ എത്ര ആവശ്യമില്ലാത്ത മൊഡ്യൂളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ +1 കയറിയൊക്കെ എൻ്റെ ടീച്ചർ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അടുത്ത് ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, എന്തിനാ പഠിക്കണത്, എന്തിനാ ഞാൻ പഠിപ്പിക്കണമെന്നും കൂടെ എനിക്കറിയില്ല. ടീച്ചർ പറഞ്ഞ പോയിന്റാണ്. ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നേരത്തിൽ നിന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ആവശ്യമില്ലാത്ത ചപ്പും ചവറും, ലിറ്ററലി നമ്മുടെ മലപ്പുറം ഭാഷ പറയുന്നുണ്ടെങ്കിൽ എല്ലാ ചപ്പും ചവറും ഉണ്ട്. ആവശ്യമുള്ള AI എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എവിടെയെങ്കിലും നമ്മുടെ ബുക്കുകളിൽ പറയുന്നുണ്ടോ? 12 വർഷമായിട്ട് ഒരു ബുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. 12 വർഷം മുമ്പ് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ കഥയൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ +1 ഇംഗ്ലീഷ് ബുക്കുകളിൽ മാറുന്നത്. ഇപ്രാവശ്യം മാറുന്നുണ്ട് പറയുന്നുണ്ട്, അറിയില്ല എനിക്ക്. 12 വർഷം മുമ്പത്തെ കുട്ടികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ, 12 വർഷത്തേനേക്കാൾ കൂടുതൽ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എത്ര കാര്യങ്ങൾ നമ്മുടെ സയന്റിസ്റ്റ് അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ നമ്മുടെ 2 പ്രശ്നങ്ങൾ. ഒന്ന്, ഈ കരിക്കുലം ഡെവലപ്മെന്റ് നടക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇയേഴ്സ് എടുത്തിട്ടുണ്ട്, വർഷങ്ങൾ എടുത്തിട്ടാണ്. ശരിക്കും കരിക്കുലം ഡെവലപ്മെന്റ് നടക്കേണ്ടത് വർഷം നടക്കണം. ഇനിയുള്ള പോലെ പോക്ക് അവിടുക്കല്ല. ഇന്ന് കാണുന്നതല്ല നമ്മൾ നാളെ കാണുന്നത്. അല്ല, അത്ര പെട്ടെന്ന് ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് AI കൊണ്ടുവരാൻ പോകുന്ന വലിയൊരു മാറ്റമായിരിക്കും. നേരത്തെ ടെക്നോളജി കുറച്ച് കമ്പ്യൂട്ടർ അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ബാധിച്ചിരുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതിൽ മാത്രം. ഇന്നിപ്പോൾ അതല്ല, AI എല്ലാ ഇൻഡസ്ട്രിയിലും വരാൻ പോവാണ്. അതായത് എഡ്യൂക്കേഷൻ ആവട്ടെ, സാധാരണ ഒരു ബിസിനസ്സിൽ വരെ, ലോക്കൽ ഷോപ്പിൽ വരെ AI ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും. ഒരു 10 വർഷം മുമ്പേ വരെ നമുക്കിപ്പോ ഒരു അമാനുഷിക ശക്തി വന്ന് നമ്മുടെ കാറുകളൊക്കെ നമ്മള് പറയുന്നിടത്തേക്ക് എത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരാള് വിശ്വസിക്കോ? ഇല്ല. പക്ഷെ ഇന്നത് പോസിബിൾ ആണ്. ടെസ്ല അത് തെളിയിച്ചു. അതെ, ടെസ്ല തെളിയിച്ചു. BYD പോലുള്ള ഒരുപാട് കമ്പനികൾ അത് തെളിയിച്ചിട്ടുണ്ട്. ആ ഒരു തരത്തിലേക്ക് മാറുമ്പോഴും സിലബസുകളിൽ അത് വരുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായ വിഷയമാണ്. ആസ് എ സ്റ്റുഡന്റ് അൻഫാസിന് പറയാനുള്ളതാണ്. എനിക്ക് ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അറിയിക്കുന്നത് ഞങ്ങൾക്ക് തരണം. അതെ, അർഹിക്കുന്നതെന്നല്ല, ഒരു കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള എന്ത് പോയിന്റ് ആണ് ഇപ്പൊ ആ ബുക്കുകളിൽ പറയുന്നത്. ഒരു പോയിന്റ് അവര് പറഞ്ഞു തരുമോ? 12 വർഷം മുമ്പുള്ള പോയിന്റുകൾ എടുത്ത് പറയുന്നുണ്ട്. എന്താണ് അതിട്ട്? എത്ര വർഷത്തിന് ശേഷം എത്ര പോയിന്റുകൾ പുതിയത് വന്നിട്ടുണ്ട്, എത്ര പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വന്നിട്ടുണ്ട്, എത്ര പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ളത് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കസിന് IT പഠിക്കുന്നുണ്ട്.
അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓല് പഠിക്കുന്നത് 2019 ടെക്നോളജി, അതായത് ഇപ്പോൾ BLDS ഒന്നല്ലേ, EV ഒന്നും, ഇതൊന്നും അവരുടെ കരിക്കുലത്തിലില്ല. ഈ കുട്ടികൾ ഇതൊക്കെ പഠിച്ച് വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ചെല്ലിനടുത്ത് ഒരു ഹയർ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഈ 2 ടെക്നോളജി അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? ടെക്നോളജിയുടെ കരിക്കുലം വരെ എന്ത് ചെയ്യുന്നില്ല, അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഒന്നാമെന്ന് വെച്ചാൽ കരിക്കുലം ഡെവലപ്മെന്റ് ബോഡിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളില്ല വേണ്ട പോലെ. ഇൻഡസ്ട്രി എക്സ്പേർട്ടുകൾക്ക് നമുക്ക് അറിയാം എന്താണ് ഇൻഡസ്ട്രിയിൽ ആവശ്യം. ഇത് കരിക്കുലത്ത് ആ സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ആ സബ്ജക്ട് നോളജിനെ റിയൽ ഇൻഡസ്ട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആര് വേണം? ഇൻഡസ്ട്രി എക്സ്പേർട്ടുകൾ എല്ലാ കരിക്കുലത്തിലും വരണം. മാത്രമല്ല ഇങ്ങനെ വർഷം കൂടുമ്പോൾ അഡൻഡം ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു കോഴ്സ്, ഒരു കരിക്കുലം ഉണ്ടാക്കി നോക്കുക, ഒരു പുതിയ ടെക്നോളജി വന്നു അല്ലെങ്കിൽ പുതിയൊരു സംഭവം പഠിക്കേണ്ടതായിരുന്നു, അത് അഡൻഡം ചെയ്യുക, അതിനോട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഡിജിറ്റൽ സാധനം പോരെ, ഫിസിക്കൽ പ്രിന്റ് ഒന്നും വേണമെന്നില്ല. സ്റ്റുഡൻസിനെ കേൾക്കണം, കാലത്തെ വായിക്കണം, എന്നിട്ട് കരിക്കുലം കൊടുത്തില്ലെങ്കിൽ കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ ഡിഗ്രി കോളേജുകളൊക്കെ വെറുതെ കിടക്കുന്നു. കുട്ടികളൊക്കെ +2 കഴിഞ്ഞാൽ സ്കില്ല് പഠിക്കാൻ പോകും. 6 മാസം 1 കൊല്ലം കൊണ്ട് സ്കില്ല് പഠിക്കുന്നു, ജോലിയിലേക്ക് പോകുന്നു, എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു, സാലറി വാങ്ങുന്നു. ഈ തരത്തിലേക്ക് നമ്മുടെ നാടിൻ്റെ ഇത് മാറാനുള്ള, പോർട്ട്ഫോളിയോ മാറാനുള്ള കാരണം തന്നെ കരിക്കുലത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ അധ്യാപകൻ പെർപ്ലക്സിറ്റി ഉപയോഗിച്ചോ? പെർപ്ലക്സിറ്റി യൂസ് ചെയ്തു. ലാസ്റ്റ് പെർപ്ലക്സിറ്റി യൂസ് ചെയ്ത് ChatGPT ഡിലീറ്റ് ചെയ്തു. ChatGPT ഡിലീറ്റ് ചെയ്ത് ഇമേജ് ക്രിയേഷന് നാനോ ബനാന പറഞ്ഞു കൊടുത്തു ഞാൻ. പെർപ്ലക്സിറ്റി യൂസ് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ സാർക്ക് പറഞ്ഞു തന്നു. എടാ ഈ പറഞ്ഞത് കറക്റ്റാട്ടോ, എനിക്ക് കറക്റ്റായിട്ടുള്ള ആള് റിസർച്ചിന്റെ ഒക്കെ ആളാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു റാങ്കിലുള്ള കാരണത്തിന് അതൊക്കെ ഉള്ളതാ. ഈ കറക്റ്റായിട്ടുള്ള പോയിന്റ് ഇട്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അവസാനം സാറിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതാണ് നമ്മളിപ്പോ, എനിക്ക് സാറിനേക്കാൾ എത്രയോ വയസ്സ് കുറവാണ്, ഞാൻ പറഞ്ഞിട്ടാണ് അതറിയുന്നത്. ഒരു പക്ഷെ നമ്മളെ അറ്റ്ലീസ്റ്റ് നമുക്ക് കരിക്കുലം മാറണ്ട. ഇപ്പോൾ ആഴ്ചയിൽ ഒരു പീരീഡ് നമുക്ക് ഈ AI എന്ന് പറഞ്ഞ ഒരു രീതിക്ക് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സ്റ്റെപ്പാണ്, മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ ഭാവിയെ കുറിച്ച് നമുക്ക് ചെയ്യണം, അതെ, ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അൻഫാസിന്റെ ഇപ്പോൾ സ്റ്റോറി നമ്മൾ ഒരുപാട് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് വന്ന വഴിയും ആ ഒരു പോസ്റ്റിലേക്ക് എത്തിയതൊക്കെ. ഇനിയിപ്പോൾ ഡെവലപ്മെന്റിനെ കുറിച്ച് ഞാൻ ചോദിക്കാം. ഇപ്പോൾ 17 വയസ്സിൽ നിൽക്കുന്ന അൻഫാസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രൊഡക്റ്റ് പ്ലാനിലുണ്ട്? 17 വയസ്സിൽ ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഞാനൊരു കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. ആ കമ്പനിയിൽ 5ഓളം എംപ്ലോയീസ് ഉണ്ട്. 5ഓളം ഫിസിക്കൽ എംപ്ലോയീസും 100 കണക്കിന് AI എംപ്ലോയീസും ഉണ്ട്, AI ഏജന്റുകളും ഉണ്ട്. ഞാൻ അത്യാവശ്യം ഇൻ്റർനാഷണൽ ക്ലയൻസുമായിട്ട് നമുക്ക് വെബ് ഡെവലപ്മെൻറ്റും ആപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ കമ്പനിയാണ്. ഇൻ്റർനാഷണൽ ക്ലയൻസും ഉണ്ട്, ഡൊമസ്റ്റിക് ക്ലയൻസും. ബോസ് മീഡിയ IMC എന്നാണ് കമ്പനിയുടെ പേര്. കമ്പനിയുടെ മദർ കമ്പനിയാണ് ഐക്കൺവേഴ്സ്, അതിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ ബോസ് മീഡിയ ഐക്കൺവേഴ്സിൻ്റെ ഒക്കെ ടെക് എക്സ്പേർട്ടായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ അപ്കമിങ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് 3 പ്രൊജക്റ്റാണ്. അതിലൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ഇതായിട്ടുള്ളതാണ്. എനിക്കധികം അണ്ടർ ഡെവലപ്പിംഗ് ആണ്, കാരണം തന്നെ എനിക്കധികം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ആശയം നമ്മുടെ പെയിൻ റിലീഫും ആ ഒരു സെഗ്മെന്റ് പെടുന്ന ഒരു പ്രൊജക്റ്റാണ്. പെയിൻ കില്ലർ എല്ലാം യൂസ് ചെയ്യാണ്ട് പെയിൻ എങ്ങനെ റിലീവ് ചെയ്യാന്നുള്ള ഒരു ഇതിൽ വരുന്നതാണ് ആലോചന. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവം എന്നല്ല, നമുക്കിങ്ങനെ ആലോചിക്കുമ്പോ കിട്ടുന്ന ഓരോന്നാണ് മനുഷ്യരുടെ പ്രശ്നങ്ങൾ. അതെ, എനിക്ക് പെയിൻ വെച്ചിട്ട് തന്നെ എൻ്റെ ഒരു ഐഡിയ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ അടുത്ത പ്രൊജക്റ്റ്. ഒരു ന്യൂമോണിയ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ന്യൂമോണിയ ഡിറ്റക്ട് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI-നെ ഞാൻ ന്യൂമോണിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം ഇമേജുകൾ എക്സ്റേസ് കൊണ്ട് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ച്, ആ ട്രെയിൻ ചെയ്യിപ്പിച്ചത് വഴി ഞാനൊരു എക്സ്റേ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ന്യൂമോണിയയുടെ അംശം ഉണ്ടോയെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് എനിക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ഏർലി ഡിറ്റക്ഷൻ. അതെ, അതായത് ഇപ്പോഴത്തെ MBBS പഠിച്ച് ഇറങ്ങിയ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ MBBS പഠിച്ചിറങ്ങിയിട്ടുള്ള ഡോക്ടേഴ്സ്, കരിയറിൻ്റെ ബിഗിനിങ്ങിൽ നിൽക്കുന്ന ഡോക്ടേഴ്സിന് അത് ഒക്കെ ഭയങ്കര ടഫാണ്. അതായത് ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സാധാരണക്കാരന് വലിയ ഗുണമായിരിക്കുമല്ലോ. സാധാരണക്കാരന് നല്ലൊരു ഗുണമാണ്. അതായത് ഇപ്പോൾ അവസാന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലുള്ളൂ
നമുക്ക് ഇത് ഈ പലപ്പോഴും ഡിറ്റക്ട് ചെയ്യാം. അതെ, അതന്നെ ഞാൻ പറഞ്ഞില്ല, അദീബ് എന്ന് അവന്റെ വല്യപ്പ മരിച്ചത് ന്യൂമോണിയ ബാധിച്ചിട്ടാണ്. ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു അദീബുണ്ട്, ഞാൻ അദീബ്. അതെ, ഞങ്ങൾ 3 പേരും കൂടെ കൂടിയിട്ടാണ് ഈ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണത്. അതിൽ നമ്മൾ എക്സ്റേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചെസ്റ്റിൽ ഇതുണ്ടോന്നും നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് എക്സ്റേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമോണിയ ഡിറ്റക്ട് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഡാറ്റ വേണം. നമുക്ക് വലിയൊരു ചലഞ്ച് തന്നെ ആയിരുന്നു. മെഡിക്കൽ ആയതുകൊണ്ട് കുറച്ചും കൂടി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതാണ്. നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് സോഴ്സ് ചെയ്ത് ഡാറ്റയിലേക്ക് ഒന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുക. ഡാറ്റാ സെന്റേഴ്സ് അത് ഭയങ്കര രസകരമായ ഡിസ്കഷൻസ് ആണ്. ഡാറ്റാ സെന്റേഴ്സ് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് ഒരു വലിയ സിറ്റി തന്നെ ഇലക്ട്രിഫൈ ചെയ്യാനുള്ള അവിടുത്തെ ഹീറ്റ്, അത് കൂൾ ചെയ്യാനുള്ള കൂളിംഗ് സിസ്റ്റംസ്. അപ്പോൾ ജോലി എല്ലാവരും ജോലി പോയാലും പ്ലംബർ ജോലി പോകില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഈ റാക്കിൽ ഇത് റോബോട്ട് ചെയ്യാൻ പറ്റിയ കാരണം, പക്ഷെ അവിടെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ കൃത്യമായിട്ട് അത് കണ്ടെത്താൻ അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി കൃത്യമായി പാസ് ചെയ്യുക. അതുകൊണ്ട് പ്ലംബർ ജോലി പോകില്ല എന്നാണ്, ബാക്കി ജോലി പോകില്ല എന്നാണ്. ഡാറ്റാ സെന്റേഴ്സ് അതൊരു നല്ലൊരു ചോദ്യമാണ്. അതായത് AI വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജോബ് പോകുമോ എന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കുന്ന. ഞാനപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 70% ആൾക്കാരുടെ അല്ലെങ്കിൽ 70% സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ ജോബ് ഷുവറായിട്ട് പോകും. ബാക്കി 30% ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവരുടെ ചിന്തയും AI-യും കൂടെ ഒപ്പം ഇംപ്ലിമെന്റ് ചെയ്യുക ചെയ്യുന്നത്. ആ 30%-ൽ ഒരാൾ നമുക്കാവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈ 70% ജോലി പോകുന്നല്ലേ പറഞ്ഞത്. കറണ്ട് ജോബ് പോകും, പുതിയ ജോബ് മാർക്കറ്റ് ഓപ്പൺ ലോകത്ത് നടക്കുന്ന ഒരു പ്രോസസ് തന്നെയാണ്. ചില ആ ട്രാൻസ്ഫോർമേഷൻ ടൈമില്ലേ, അതായത് ഇപ്പം ഈ ഒരു ജോബ് റോളിൽ നിന്ന് അടുത്തൊരു ജോബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുന്ന ഒരു 5 വർഷത്തെ ടൈം ഉണ്ടാവും. അതാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. കാരണം ഒരു ജോബ് നഷ്ടപ്പെട്ട് അടുത്തൊന്ന് ക്രിയേറ്റ് ആയി വരാനൊക്കെ ഉണ്ടാകുന്ന ഒരു എക്കണോമിക്കൽ പ്രൊസീജിയർ, ഒരു ജോബ് മാർക്കറ്റ് ക്രിയേഷൻ്റെ ഒക്കെ ചില ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അതേസമയം അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇല്ല, പിന്നെ എടുക്കാനുണ്ടാവില്ല. ആ തരത്തിലേക്കാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് അപ്ഡേറ്റ് ആവുക. ഏത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും തങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയായി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഭയങ്കര എഡ്ജ് ഉണ്ട്. വൈ നിങ്ങൾ ടെക്നോളജി ഇന്നോവേഷൻസിന് വേഗം അഡോപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എംബ്രേസ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എംബ്രേസ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ്. ന്യൂമോണിയ എന്നൊരു വെബ്സൈറ്റ് ആണ് എൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റ്. മൂന്നാമത്തെ പ്രൊജക്റ്റ് ഒരു AI ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ള 3 AI റിലേറ്റഡ് ആണ്, AI ഇൻ്റഗ്രേഷൻ ആണ്. എൻ്റെ മൂന്നാമത്തെ പ്രൊജക്റ്റ് വരുന്നത് ഒരു ഡ്രോണാണ്. ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററി സർവീസിനൊക്കെ ഒരു രക്ഷകനായി വരുന്നൊരു ഡ്രോണാണ് ഞാൻ ഡെവലപ്പിങ്. അപ്പോൾ കറൻ്റ്ലി സ്റ്റേജ് 1-ലാണ്. ഇപ്പോൾ സ്റ്റേജ് 2-ക്ക് കടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു AI ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോണാണ്. സെൽഫ് അറ്റാക്ക് ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്രോണാണ്. എനിക്കിപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ കഴിയുക. കാരണം ഒരു ഇൻസിഡന്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളതിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. അതെ, അതനുസരിച്ച് അത് ഇമോഷൻസ് മനസ്സിലാക്കി അത് ചെയ്യും. എക്സാക്ട്ലി. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ത്രെറ്റ് ആൾസോ. അപ്പോൾ അടുത്ത് പെൻറ്റഗണും ക്ലോഡും തമ്മിൽ ഒരു ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. ഓട്ടോമാറ്റിക് വെപ്പൺസിൽ ക്ലോഡ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ക്ലോഡ് സമ്മതിച്ചില്ല. ക്ലോഡിന്റെ കരാറ് പ്രശ്നമായി. അപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലേക്കല്ല ഇത് പോകുന്നത്. ഇറാനിലെ ഡെസ്റ്റിനേഷൻസിൻ്റെ അക്യുറസി കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ട് ക്ലോഡ് ഉപയോഗിച്ച് അമേരിക്ക, ഈവൻ ഈ പ്രശ്നത്തിൻ്റെ സമയത്ത് പോലും. അത് എവിടെയാണ്, അതിന് കുറച്ച് ഒരുപാട് ലൊക്കേഷൻസിൻ്റെ കൃത്യമായി കൊടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ രണ്ടാമത്തെ ഒരു പ്രശ്നം അവർ പറഞ്ഞത് ഓട്ടോമാറ്റിക് വെപ്പൺസിൽ ഇത് ഉപയോഗിക്കണം എന്നായിരുന്നു. അപ്പോൾ AI-ക്ക് ഇപ്പോൾ നിങ്ങളൊരു ഇമേജ് ഒരു 10-100 ഫേസ് ഇമേജ് കൊടുത്തു, അതിനൊരു വെപ്പണും ഘടിപ്പിച്ചു. നിങ്ങളെവിടെ കണ്ടാലും ആ റഡാറിൽ നിങ്ങൾ എവിടെ കണ്ടാലും ഈ അറ്റാക്ക് ചെയ്യണമെന്നാണ് ഇതിന് കൊടുത്തുള്ള ട്രെയിനിങ് എങ്കിലും പ്രോഗ്രാം ആണെങ്കിൽ പിന്നെ ആരും ആവശ്യമില്ല, മനുഷ്യരുടെ ആവശ്യമില്ല. മാത്രമല്ല ഹ്യൂമൻ ഇൻ ദി ലൂപ്പ് ഇല്ലാതെ അത് വലിയൊരു അപകടം പിടിച്ച പരിപാടിയാണ്. മനുഷ്യന്റെ ഇന്റർവെൻഷൻ ഇടയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഡേഞ്ചർ ഇതിന്റെ പുറത്തുണ്ട്. അതെ, ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ലീഗലി വരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്കിപ്പോ പ്രൊഡക്ഷനൊക്കെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ കമ്പോണൻസിനാണെന്നുണ്ടെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് അത്. അതേസമയം ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മനുഷ്യരുടെ ലൈഫിലും ഒക്കെ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന പ്രൊഡക്ഷനൊക്കെ മാനുഫാക്ചറിങ് കൂടുന്നല്ലോ ഇപ്പോൾ പറയുന്നത്. അല്ല, മാനുഫാക്ചറിങ് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ മിലിറ്ററിക്ക്
മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവരുടെ യൂസ് കേസിനുള്ള കേസിനുള്ള ഒരു കുട്ടികളോട് നമുക്ക് പറയാനുള്ള ഇത്ര ഉള്ളൂ. ഒരു നമ്മുടെ ചുറ്റും നോക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ താഴേക്ക് നോക്കുക. മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മൊബൈലിനെ കുറിച്ച് മാറി മനുഷ്യരെ കുറിച്ച് അന്വേഷിക്കുക. അവരുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഇല്ലേ, അതിലെവിടെ എങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളവിടെ IIT-യിൽ നമ്മളെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു 3 ദിവസത്തെ ക്യാമ്പസ് ഇമേഷൻ ഉണ്ടായി. അതിൽ ഒരു ദിവസം ഐഡിയേഷൻ ആയിരുന്നു, കംപ്ലീറ്റ് ഐഡിയേഷൻ. ഓരോരോ ഐഡിയേറ്റ് വരാൻ പറഞ്ഞു. അതിലെങ്ങനെയായി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അതായിരുന്നു നമുക്ക് തന്ന പ്രോജക്റ്റ്. ഭയങ്കര രസകരമായ ഐഡിയാസ് ഓരോരുത്തർ കൊണ്ടുവന്നുള്ള. ഇപ്പോൾ ഈ മുംബൈയിൽ ട്രാഫിക് ഭയങ്കര പ്രശ്നമല്ലോ. അപ്പോൾ ഈ ട്രാഫിക് എവിടെയാണ് ഇപ്പോൾ ടൗണിൽ എവിടെയാണ് കൂടുതൽ ട്രാഫിക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ട്രാഫിക് ബമ്പുകൾ വെക്കുക, അങ്ങനെ ഹമ്പുകളില്ലേ, അത് വെച്ചിട്ട് ഒരു വണ്ടി എത്ര തവണ ട്രാഫിക് ഉണ്ടെങ്കിൽ വണ്ടി സാവധാനം എന്ത് ചെയ്യുള്ളൂ, ഈ ഹമ്പ് ചാടുള്ളൂ, വെല്ലൽ പോവുള്ളൂ. അപ്പോൾ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ ഇതിമൊരു GPS ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ആ സ്പീഡിന് നമുക്ക് അറിയാം അവിടെ ഇത്ര ട്രാഫിക് ഇല്ലാന്ന്. അല്ല വെല്ലേ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്നതിന്റെ സ്പീഡ് അനുസരിച്ച് എന്ത് കണ്ടെത്താൻ പറ്റും, ഒരാൾ ഐഡിയ ആണ്. അതെ, നമ്മളിപ്പോ 140 കോടി ജനങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഈ 140 കോടി ആളുകളിലാണെന്നുണ്ടെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 കോടി ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യനെ മാറ്റാൻ കഴിയും. നമ്മുടെ നല്ല പ്രോഡക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് സ്റ്റാർട്ടപ്പിലെ സിസ്റ്റംസും എക്കോ സിസ്റ്റംസും സർക്കാർ തലത്തിലുള്ള സംവിധാനം ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതെ, ആ ഒരു തരത്തിലേക്ക് മാറണം. നമ്മൾ IIT പോയതിനു ശേഷം നമുക്കുണ്ടായിരുന്നൊരു തോട്ട്, എങ്ങനെ ഒരു സ്റ്റുഡൻസിനുള്ളൊരു AI കോഴ്സ് അത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ 2 പാർട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന്, ഇതിൽ ടു മച്ച് ഡിപ്പെൻഡൻസി വന്ന് കുട്ടികളുടെ സ്കില്ല് ഡൈല്യൂട്ട് ആകാൻ പാടില്ല. അതിന് അവരാ പോകുന്ന വഴിയിൽ നിന്ന് ഡിറൈൽ ചെയ്ത് പോകാൻ പാടില്ല. അവർക്ക് ക്രിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. പക്ഷേ അതിന് മറുവശം എന്ന് വെച്ചാൽ ഷോർട്ട് കട്ടാണ് ഈ സംഭവം. അതുകൊണ്ട് എങ്ങനെ നല്ലൊരു ഫ്രെയിംവർക്ക് AI ഫോർ സ്റ്റുഡൻസ് എന്നുള്ള നമ്മൾ ഇൻ്റർനാഷണൽ പോളിസികളൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് AI ഫോർ സ്റ്റുഡൻസ് എന്ന കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊന്ന് ക്രിയേറ്റീവ് ലാബും ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടാണ്. അത് AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് എങ്ങനെ ബെറ്റർ ആക്കാം, മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ ബെറ്റർ ആക്കാം. എൻ്റെ ക്രിയേറ്റിവിറ്റി, നിലവിലുള്ള ക്രിയേറ്റിവിറ്റിയെ എങ്ങനെ ബെറ്റർ ആക്കാം. അല്ലാതെ ഉള്ള ക്രിയേറ്റിവിറ്റി കളയല്ല ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ 10x ആക്കാം. ഈ തരത്തിലേക്കാണ് കുട്ടികളുടെ ചിന്തയെ കൊണ്ടുപോകുന്നത്. അല്ലാതെ അസൈൻമെന്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അല്ലേ, സാറാ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട്, ഈ തരത്തിൽ നിന്ന് മാറി നമ്മുടെ കോഴ്സ് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ നിങ്ങൾക്ക് അത്തരം കോഴ്സിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അൻഫാസിന് എന്താ തോന്നുന്നത്? അത്തരത്തിലുള്ള കോഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കരിക്കുലത്തിലൊക്കെ നമുക്ക് വരേണ്ട ഒരു കാര്യമാണ്, കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വരേണ്ട കാര്യമാണ്. അതെ, ഇന്റഗ്രൽ പാർട്ടാക്കി വരേണ്ട കാര്യമാണ്. ഇപ്പോൾ ഹെയ്ജൻ എന്ന് പറഞ്ഞ ഒരു ടൂൾ, ഞാൻ ഇപ്പോൾ ഹെയ്ജൻ എന്ന് പറഞ്ഞ ഒരു ടൂൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. സാറിന് അറിയില്ലേ ഹെയ്ജന്? അവതാർ. അതെ, 2 മിനിറ്റിന്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 3D അവതാർ ഉണ്ടാക്കി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസറിന്റെ ലൈഫാണെന്നുണ്ടെങ്കിൽ കൂടെ ഈസി ആക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാനും സാറൊക്കെ ഇപ്പോൾ നമ്മളെ 2 പേരും ഈ ഫീൽഡിലായത് കാരണം നമുക്കറിയാം. AI ന്യൂസുകളൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ടൂളുള്ളതൊക്കെ അറിയാം. ഇതൊക്കെ ഒരു നോർമൽ സ്റ്റുഡൻറ്റിന് എങ്ങനെ അറിയാൻ കഴിയും? അതാണ് ചോദ്യം. അറിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റും? അതെ, എത്തിക്കലി യൂസ് ചെയ്യാൻ പറ്റുക. അൺഎത്തിക്കലി എഡ്യൂക്കേഷനിലും ഹെൽത്തിലും വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എത്തിക്കലി യൂസ്. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഈ 2 ചോദ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നതിൽ ഒറ്റ സൊല്യൂഷനാണ് ഞാനും പ്രിഫർ ചെയ്യുക. അത് കരിക്കുലത്തിൽ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ AI എങ്ങനെ അവരുടെ ജീവിതത്തിൽ വെക്കാൻ കഴിയും, അല്ലെങ്കിൽ AI എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സബ്ജക്റ്റ് എക്സ്പെർട്ടൈസ് എന്ന സാധനം മസ്റ്റായിട്ടും വേണം. ഇപ്പം നിങ്ങൾ നേരത്തെ ന്യൂമോണിയ ഡിറ്റക്ട് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ നിങ്ങൾ ബയോളജി പഠിക്കുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന വലിയ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അത് വളരെ നമ്മളുടെ ഡൊമൈനിലുള്ള നോളജ് വളരെ പ്രധാനം. അതിനെ AI ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയ ടാസ്ക്. അതെ, എനിക്ക് ഇപ്പോൾ പ്രൊജക്റ്റിൽ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ അതിൽ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രീ കൊറോണ എറയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ടുണ്ടായിരുന്ന ഒരു ക്ലൗഡ്. അത് പ്രീ കൊറോണയിൽ അത് ന്യൂമോണിയയുടെ ഒരു ഇതായിരുന്നു.
സിംറ്റം ആയിരുന്നു. ആഫ്റ്റർ കൊറോണ അതൊരു സിംറ്റം ആയിരുന്നില്ല. കൊറോണ വന്നതിന് ശേഷം ഒട്ടുമിക്ക ആളുകളുടെ ചെസ്റ്റിലും ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. അങ്ങനത്തെ 2-3 കാര്യങ്ങളൊക്കെ നമുക്ക് ബയോളജി അതായത് ഈ ഒരു ഡൊമൈനിലുള്ള ഇത് കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ പഴയ ഡാറ്റ വെച്ച് ന്യൂമോണിയാണ് പറയും. ആളുകൾക്കൊരു പേടിയും ഇതൊക്കെ വരുത്താൻ കഴിയും. അങ്ങനത്തെ ഒരുപാട് ഫിക്സുകൾ നമുക്ക് ഇതൊക്കെ കാരണം നമുക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് കുട്ടികളോട് പറയാനുള്ളതും അധ്യാപകരോട് പറയാനുള്ളതും രക്ഷിതാക്കളോട് പറയാനുള്ളതും സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് യൂസ് ഇറ്റ്. യൂസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. താങ്ക് യു.